ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ചിക്കൻ വെച്ചിട്ട് ഇലയട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ. ഇതുപോലെ നല്ല നമ്മുടെ സാധാരണ നമ്മൾ ശർക്കരയും തേങ്ങ വെച്ച് ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഇലയടയാണ് ഇതുപോലെ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 4 പീസ് ചിക്കനാണ് എടുത്തേക്കണത്. നല്ല വലിയ പീസാണ്, നമ്മൾ ബിരിയാണിക്കൊക്കെ മുറിക്കുന്ന ടൈപ്പിലുള്ള പീസ്. അപ്പോൾ ഇത് ബോൺലെസ് ചിക്കനാണിത്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിക്കുന്നതിന് മുന്നേ ഞാൻ ഈ പീസൊന്ന് ഒന്നും കൂടി ചെറുതാക്കണേണത്. വലിയ പീസായി കിടക്കുമ്പോൾ വേഗം കുറച്ച് താമസം എടുക്കും. ഇതുപോലെ ചെറിയൊരു പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, 1/4 കപ്പ് വെള്ളം. ഇതെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം വറ്റുന്ന വരെ ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ എടുത്തിട്ട് ഒന്ന് കുഞ്ഞി ഇതായിട്ട് മുറിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല, കൈ കൊണ്ട് തന്നെ ഇത് പിച്ചി കീറാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ പിച്ചെടുക്കുക. ഇതുപോലെ ചിക്കന് ഇതുപോലെ കുഞ്ഞു പീസായിട്ട് പിച്ചി കീറി എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ ചെറിയ ഇതായിട്ടാണ് കൈ കൊണ്ട് തന്നെയാണ് പിച്ചെടുത്തേക്കുന്നത്. ഇത് മിക്സിയിലിട്ട് അടിക്കേണ്ട, മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊടിഞ്ഞു പോവും. അപ്പോൾ അത് ഒരു വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. നമ്മൾ ഇങ്ങനെ കൈ കൊണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. നമ്മൾ അട കഴിക്കുമ്പോൾ ആ ചിക്കൻ നമുക്ക് കടിക്കാൻ കിട്ടണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി നമുക്ക് അട ഉണ്ടാക്കണം. അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് തിളപ്പിച്ചേക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നമുക്ക് സ്റ്റൗവിൽ തന്നെ ഇരിക്കണം. സ്റ്റൗവിൽ നിന്ന് തന്നെ എടുത്ത് അപ്പം തന്നെ ഒഴിക്കാറുണ്ട്. നമ്മൾ ഇടിയപ്പത്തിനാണെങ്കിലും അതെ, അടയ്ക്കാണെങ്കിലും അതെ, നമ്മൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണം അരിപ്പൊടിയിലേക്ക് വെള്ളം ചേർക്കാനായിട്ട്. തിളച്ചിട്ട് വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കരുത്. അപ്പം നമ്മൾ ആ കുഴയ്ക്കുന്ന മിക്സ് കറക്റ്റ് ആകില്ല. അപ്പോൾ എപ്പോഴും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഈ അരിപ്പൊടിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം തന്നെയാണ്. അപ്പോൾ ഞാനിതെടുത്തിട്ട് ഈ അരിപ്പൊടിയിലേക്ക് ചേർക്കണേണ്. ഇതിലേക്ക് ഒഴിക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇടിയപ്പത്തിനും കുഴയ്ക്കുന്നത്. ഇതിനൊക്കെ കുഴയ്ക്കുമ്പോൾ നമ്മൾ ഒറ്റ ട്രിപ്പ് തന്നെ കുഴച്ചെടുക്കുക. അതല്ല, നമ്മൾ കുറച്ച് കുഴച്ചതിന് ശേഷം പിന്നീട് അത് വെള്ളം കുറവായിപ്പോയി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ആ ഫസ്റ്റ് ഒഴിക്കലിന് തന്നെ ഇത് കറക്റ്റ് ആവണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മയപ്പെടുത്തി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വെള്ളം തന്നെയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. നല്ല തിളച്ച വെള്ളം, ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളമാണ്, അതാണ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചേക്കുന്നത്. ഞാനിത് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി നല്ല ചൂടുണ്ട്. ചൂടാറിയതിന് ശേഷമല്ല കുഴയ്ക്കേണ്ടത്, ചൂടോട് കൂടി തന്നെ വേണം ഇത് മയപ്പെടുത്താനായിട്ട്. എന്നാൽ മാത്രമേ ഇത് നല്ല മയം വരത്തുള്ളൂ. നല്ല ചൂടുണ്ടേ. നമുക്ക് ചൂട് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു എളുപ്പപ്പണിയെന്ന് വെച്ചാൽ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് കുഴച്ചാൽ മതി. അപ്പോൾ നമുക്ക് അത്ര കയ്യിൽ ചൂട് വരത്തില്ല. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഇനി ഇതിന് കുറച്ച് സമയത്തേക്ക് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാം. നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഇനി ഇതൊന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർക്കാം. ഈ സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ കുറച്ചിട്ടേച്ചാൽ മതി. നമ്മൾ ചിക്കൻ്റെ അകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ചേർത്തേക്കുന്നത് നമ്മൾ സവാളയ്ക്ക് മാത്രമുള്ള ഉപ്പാട്ടോ ചേർത്തേക്കുന്നത്. സവാള ട്രാൻസ്പെറൻറ്റ് ആവുന്ന വരെ മതി കേട്ടോ, ഒരുപാട് ബ്രൗൺ കളർ ആകണ്ട. ഇപ്പോൾ നമ്മുടെ സവാള മൂത്തിട്ടുണ്ട്. ഇതിലേക്ക്
ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ അകത്ത് കുരുമുളക് പൊടിയാണ് മുന്നേ നിൽക്കേണ്ടത്, മുളക് പൊടി വളരെ കുറച്ച് മതി. അതുപോലെ പച്ചമുളകും ചേർത്തിട്ടുണ്ട്. പൊടി ഒന്ന് മൂത്ത് വരണം. പൊടികൾ മൂത്തിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചേർക്കാം. ഇനി ഇത് ഒന്ന് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരം വേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വഴന്നാൽ മാത്രം മതി ഇതിൻ്റെ അകത്ത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തത്. ഇത് നമുക്ക് ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റ് ആട്ടോ. ഇത് നമ്മൾ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഗരം മസാല പൗഡറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിൽ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ കുറച്ച് കുറവായിരിക്കും, അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി എക്സ്ട്രാ ചേർക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം. ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് അടച്ചു വെക്കാം. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം വേണം അട ഉണ്ടാക്കാനായിട്ട്. ഇനി നമ്മുടെ മാവ് എന്തായി നോക്കാം. അതിപ്പോൾ നല്ല ചൂടാറി. ഇനി ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് നമ്മൾ മയപ്പെടുത്തിയിരിക്കണം. അതുപോലെ നമ്മുടെ ചിക്കൻ്റെ ചൂടും പോയിട്ടുണ്ട്. നമുക്ക് അട ഉണ്ടാക്കി തുടങ്ങാം. അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇല ഇതുപോലെ കീറിയെടുക്കാം. കുറച്ച് മാവ് എടുക്കാം. ഇതുപോലെ ഉരുളയാക്കിയിട്ട് ഇതിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഇലയ്ക്കകത്തോട്ട് പരത്തിയെടുക്കുക. ഇത് ഒട്ടുന്നുണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇത് പൊട്ടുന്നൊന്നുമില്ല. ഇതുപോലെ പരത്തിയതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ ചിക്കൻ പുറത്ത് പോകാത്ത രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ശരിക്കും നല്ലതായിട്ട് സീലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ചിക്കൻ പുറത്ത് പോകാത്ത രീതിയിൽ നല്ലപോലെ സീലായിട്ടുണ്ട്. ഇങ്ങനെയാണ് അട ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. 3/4 കപ്പ് അരിപ്പൊടി വെച്ചിട്ട് 6 അടയാണ് കിട്ടിയേക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ആവിയിൽ പുഴുങ്ങിയെടുക്കണം. അട പുഴുങ്ങാൻ വേണ്ടി ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മൾ അട എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അത് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് അടച്ചു വെക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളം തിളച്ചതാണല്ലോ. തിളച്ചതുകൊണ്ട് ഇനി ഇതിൻ്റെ തീ ഒന്ന് മീഡിയം ആക്കി വെക്കാം. മീഡിയം ആക്കിയ ശേഷം 20 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് ഇതെടുത്ത് മാറ്റാം. നല്ല ചൂടുണ്ടാവും. ഇതുപോലെ ആട്ടോ ഇരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ നമ്മുടെ ഇലയുടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറി നമുക്കിത് തുറന്നു നോക്കാം. ചെറിയ ചൂടുണ്ട് കേട്ടോ. ഇതുപോലെ ഇത് കണക്കായിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിപ്പോൾ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലയോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇലയിൽ നിന്ന് ഇളക്കിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അടയാട്ടോ ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.